ഇന്ന് നമുക്ക് ലാബിലെ കുറച്ച് ട്യൂബ്സും ആ ട്യൂബുകളിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ നോർമൽ വാല്യൂസും പഠിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ട്യൂബാണ് ഇത്. നമ്മൾ CBCക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. CBCക്കുള്ള ബ്ലഡ് സാമ്പിൾ എടുക്കാനും HbA1c സാമ്പിൾ എടുക്കാനും വേണ്ടിയാണ് ഈ ട്യൂബുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. CBC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ബ്ലഡ് കൗണ്ട് ആണ്. CBCയുടെ ഫുൾ ഫോം കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നാണ്. അതിനകത്ത് വരുന്നതാണ് ബ്ലഡിൻ്റെ അളവ്, ടോട്ടൽ WBC കൗണ്ട്, പ്ലേറ്റ്ലെറ്റ്, ഈസിനോഫിൽ കൗണ്ട്, അങ്ങനെ ഇതെല്ലാം വരുന്നതാണ് CBC എന്ന് പറയുന്നത്. പിന്നെ ഇത് ഫ്ലൂറൈഡ് ട്യൂബ്സ് ആണ്. ഇതിനകത്താണ് നമ്മൾ ഷുഗർ ചെയ്യുന്നത്. ഷുഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FBS, PPBS, RBS ഇതെല്ലാം ചെയ്യുന്നത് ഫ്ലൂറൈഡ് ട്യൂബ്സിലാണ്. FBS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതിൻ്റെ നോർമൽ വാല്യൂ വരുന്നത് 80 to 110 mg/dL ആണ്. അത് ഓരോ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും ഒന്നോ രണ്ടോ ഒക്കെ പോയിന്റ്സ് വ്യത്യാസം കാണും കേട്ടോ. PPBS എന്ന് പറയുന്നത് 60 to 160 mg/dL. RBS എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് കഴിച്ചിട്ടും എടുക്കാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് RBS, അതായത് റാൻഡം ബ്ലഡ് ഷുഗർ. PPBSൻ്റെ ഫുൾ ഫോം പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, അതായത് ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിയുമ്പം ആണ് PPBS എടുക്കേണ്ടത്. ഇതിൻ്റെ രണ്ടിൻ്റെ നോർമൽ വാല്യൂ 60 to 160 mg/dL ആണ്. ഇനി നോക്കാൻ പോകുന്ന ട്യൂബാണ് നമ്മൾ ലാബോറട്ടറി മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ റെഡ് കളറുള്ള ട്യൂബാണ് പ്ലെയിൻ ട്യൂബ്. ഈ ട്യൂബാണ് നമ്മൾ ലബോറട്ടറിയിൽ കൂടുതൽ ടെസ്റ്റുകൾക്ക് യൂസ് ചെയ്യുന്നത്. അതായത് കൊളസ്ട്രോളിനുള്ളത്, ഷുഗറിനുള്ളത് നമുക്ക് ഫ്ലൂറൈഡ് ട്യൂബിൽ തന്നെ എടുക്കണമെന്നില്ല. ഈ ക്ലോ ട്യൂബിനകത്തൊന്നും നമുക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ LFT, RFT, അതായത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, പിന്നെ സിറോളജി ടെസ്റ്റുകൾ, ഹോർമോൺ ടെസ്റ്റുകൾ, പിന്നെ സ്ക്രീനിങ്, ഇതിനെല്ലാം നമുക്ക് ഈ റെഡ് ട്യൂബ് യൂസ് ചെയ്യാം, അതായത് ക്ലോ ട്യൂബ്. ഈ ബ്ലൂ കളർ ട്യൂബാണ് നമ്മൾ കൊയാഗുലേഷന് വേണ്ടിയുള്ള ടെസ്റ്റുകൾക്കെല്ലാം യൂസ് ചെയ്യുന്നത്. PTNR, APTG, TT ഇതിനെല്ലാം വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ സ്കൈ ബ്ലൂ കളറുള്ള ട്യൂബാണ്. സിട്രേറ്റ് ട്യൂബ് എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്, കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആൻറ്റി കൊയാഗുലൻ്റ് സിട്രേറ്റ് ആയതുകൊണ്ട്.